ഹായ് ഹലോ വെൽക്കം ടു എജുപോഡ്. മക്കളെ, നമ്മുടെ എക്സാമിങ് അടുത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. സോഷ്യോളജി ഈ വരുന്ന ദിവസങ്ങളിലായിട്ട് എക്സാം നടക്കാൻ പോവാന്നേ. അപ്പൊ എല്ലാവരും റെഡി അല്ലേ? റെഡി ആയിട്ടിരിക്കുന്നവരാണല്ലോ. അപ്പൊ നമുക്ക് സോഷ്യോളജിയിൽ നമുക്ക് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട കുറച്ച് ടോപ്പിക്സ് പഠിച്ചാലോ? ഷുവറായിട്ട് നമുക്ക് ഓണം എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പൊ എല്ലാവരും കാണാം. മാത്രമല്ല, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉടനെ തന്നെ കമന്റിലൂടെ രേഖപ്പെടുത്താം. നോക്കിയാലോ ഏത് ക്വസ്റ്റ്യൻസ് അറിയോ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ടതെന്നുള്ളത്. ഇനി പഠിക്കാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൂടെ വേണ്ടിയുള്ളതാണ്. കാരണം ഈ ക്വസ്റ്റ്യൻസ് എന്തായാലും നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. നോക്കിയാലോ, യെസ്, ഏതാണ്? കുറച്ച് ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്. എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്രിയർ നോളജ് ഇൻ ദ സ്റ്റഡി ഓഫ് ദി സോഷ്യോളജി. വളരെ പ്രാധാന്യം അർഹിക്കുന്ന ടോപ്പിക്കാണ് പ്രിയർ നോളജ്. ആ ഒരു ടോപ്പിക്കിൽ നിന്നും നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. പ്രിയർ നോളജ് എന്ന് പറയുമ്പോൾ എന്താണ്? സ്റ്റഡി അബൌട്ട് സൊസൈറ്റി ഇൻ സിസ്റ്റമാറ്റിക് വേ, അല്ലേ? സൊസൈറ്റിയെ കുറിച്ച് നമ്മൾ ശരിയായ രീതിയിൽ പഠിക്കുക. അതുപോലെ തന്നെ നമ്മൾ പഠിച്ച കുറേ കാര്യങ്ങളുണ്ടാവും, അല്ലെ? നമുക്ക് കുറേ മുന്നറിവുകൾ ഉണ്ടാകും. ആ മുന്നേ നമ്മൾ എന്താണ്, നമുക്ക് വേണ്ടാത്തത് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ അറിഞ്ഞ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, അത് ശരിയല്ല എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മളത് അൺലേൺ ചെയ്യണം, അല്ലേ? അൺലേൺ ചെയ്യാൻ നമ്മൾ എന്തും കൂടെ പഠിക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പുതിയ നോളജ് നമ്മൾ അങ്ങോട്ട് അപ്ഡേറ്റ് അല്ലെ ആപ്ലിക്കേഷൻ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ ഒരു പ്രിയർ നോളജ് എന്നുള്ള ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും പഠിച്ചു വെച്ചോളൂ, മാർക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടാകും. മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലെങ്കിൽ ടോപ്പിക്കാണ് സർവേ ആൻഡ് സെൻസസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 മാർക്ക് 3 മാർക്കൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. സർവേ, സെൻസസ്, ഇത് രണ്ടും ഒന്നാണോ അത് രണ്ടും രണ്ടാണോ? കൺഫ്യൂഷൻ ഉള്ളവരുണ്ടോ? നോക്കാം. എന്താണ് സർവേ എന്ന് പറയുമ്പോൾ? എന്താണ്? Method of collecting information from a sample or a small group of people. ഓരോരുത്തരുടെ അടുത്തുനിന്നാണോ? അല്ല, ഒരു ചെറിയ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിൻ്റെ അടുത്തിൽ നിന്നും ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്ന രീതിയാണ് എന്തെന്ന് പറയുന്നത്, സർവേ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ സെൻസസ് എന്തായിരിക്കും? നോക്കാം. ഇറ്റ്സ് എ കംപ്ലീറ്റ് ആൻഡ് ഡീറ്റെയിൽഡ് കൗണ്ട് ഓഫ് എവറി ഇൻഡിവിജ്വൽ. ഇവിടെ ഗ്രൂപ്പാണോ? അല്ല, എവറി ഇൻഡിവിജ്വൽ ഇൻ എ പോപ്പുലേഷൻ. ഇറ്റ് കവർ ഓൾ ഹൗസ് ഹോൾഡ്സ് ആൻഡ് പീപ്പിൾ ഇൻ എ കൺട്രി റീജിയൻ, അല്ലേ? ഇത് നമ്മൾ ഒരു ഇൻഫർമേഷൻ സെൻസസ് എടുക്കാൻ പോവാണേ. ലാസ്റ്റ് സെൻസസ് 2011 നടത്തിയത്, അല്ലേ? അപ്പോൾ ഈ സെൻസസ് എടുക്കുമ്പോൾ വളരെ കൃത്യമായിട്ടുള്ള വിവരങ്ങളാണ് വേണ്ടത്. അപ്പോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് നിന്ന് എടുത്താൽ മതിയോ? അത് പറ്റില്ല. ഓരോരുത്തരിൽ നിന്നും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കളക്ഷനാണ് ഏത് പറയുന്നത്, നമ്മുടെ സെൻസസ് എന്ന് പറയുന്നത്. മാത്രമല്ല, ഇതെന്താണ്, ഭയങ്കര എക്സ്പെൻസീവ് ആണ്, അതുപോലെ തന്നെ ടൈം കൺസ്യൂമിങ് ആണ്. പക്ഷെ എന്തായാലും നമുക്ക് നല്ല ഹൈലി അക്യൂർഡ് ആൻഡ് ഒഫീഷ്യൽ ഡാറ്റാസ് നമുക്ക് ഇതിലൂടെ നമുക്ക് ലഭിക്കും. അപ്പോൾ സർവേ, സെൻസസ് പഠിച്ചു വെച്ചോളൂ, എന്തായാലും ചോദിക്കും. ദെൻ മറ്റൊരു ടോപ്പിക്കാണ് തിയറീസ്. അറിയാലോ, തിയറീസ്, ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ തിയറിയും അതുപോലെ തന്നെ മാൽത്തൂസിയന്റെ പോപ്പുലേഷൻ തിയറി, ഗ്രോത്ത് തിയറിയും, അല്ലെ? പഠിച്ചു വെച്ചോളൂ, ഷുവർ ക്വസ്റ്റ്യൻ ആണ്, എന്തായാലും ചോദിക്കും. അറിയാലോ, നമ്മുടെ ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ തിയറി ആരാ കൊണ്ടുവന്നേ? നരം തോംസൺ ആണ്. അദ്ദേഹത്തിന്റെ 3 സ്റ്റേജസ്, ഓരോ സ്റ്റേജസിലും, അല്ലെ, ഡെവലപ്ഡ് കൺട്രീസും ഡെവലപ്പിംഗ് സൊസൈറ്റീസും ഡെവലപ്ഡ് സൊസൈറ്റീസും വെച്ചിട്ട് ഓരോ പ്രദേശങ്ങളിലും അല്ലെങ്കിൽ ഡെവലപ്ഡ് കൺട്രീസിൽ എന്താണ് ഹൈ ബർത്ത് റേറ്റ്, അല്ലെ, ഏതൊക്കെയാണെന്നുള്ളത്, അതുപോലെ തന്നെ ഹൈ ആണോ ലോ ബർത്ത് റേറ്റ് ആണോ, അവിടുത്തെ റിസൾട്ട്, അവിടുത്തെ പോപ്പുലേഷൻ്റെ ഗ്രോത്ത് ലോ ആണോ ഹൈ ആണോ എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് പഠിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ദെൻ മറ്റൊന്നാണ് നമ്മുടെ തോമസ് റോബർട്ട് മാൽത്തൂസ് കൊണ്ടുവന്ന പോപ്പുലേഷൻ ഗ്രോത്ത്. അദ്ദേഹത്തിൻ്റെ തിയറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹം പറയുന്നുണ്ട് നമ്മുടെ പോപ്പുലേഷൻ ഗ്രോത്ത് പറയുന്നത് ജിയോമെട്രിക് പ്രോഗ്രഷനിലാണ് ഉള്ളത് എന്ന്. ഇനി നമ്മുടെ ഇക്കോണമിക് ഗ്രോത്ത് എങ്ങനെയാണ്, അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ എങ്ങനെയാണ്, അരിതമെറ്റിക് പ്രോഗ്രഷനിലാണ് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിലുള്ള ഓരോ വ്യക്തികൾക്ക് ബേസിക് ആയിട്ടുള്ള
നീഡ്സ് പോലും അവർക്ക് ലഭിക്കുന്നില്ല. മാത്രമല്ല പോപ്പുലേഷൻ ഇങ്ങനെ കൂടി വരുന്നുണ്ട്, പക്ഷെ അവിടെ ഓരോരുത്തർക്കുമുള്ള ഫുഡ് ഉണ്ടോ? അത് ഇല്ല. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് പോപ്പുലേഷൻ കൂടിയാൽ എന്താണ് പ്രശ്നമാണ്, നമ്മൾ എന്താണ് പോപ്പുലേഷനെ നമ്മൾ കൺട്രോൾ ചെയ്യണം. അതുപോലെ കൺട്രോൾ ചെയ്യാനുള്ള മാർഗങ്ങളൊക്കെ അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട്. പഠിച്ചു വെച്ചോളൂ, എന്താണ് ചോദിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് സാൻസ്ക്രിറ്റൈസേഷൻ ആൻഡ് ഡൊമിനന്റ് കാസ്റ്റ്, അല്ലെ, സംസ്കൃതവൽക്കരണവും അതുപോലെ ആധിപത്യമുള്ള ജാതി അല്ലെങ്കിൽ പ്രബല ജാതി. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. 4ഉം അതുപോലെ തന്നെ 3ഉം 2 മാർക്കിനൊക്കെ നമുക്ക് ഈ ഒരു ടോപ്പിക്ക് ക്വസ്റ്റ്യൻസ് വരാം. അറിയാലോ, സാൻസ്ക്രിറ്റൈസേഷൻ, ഡൊമിനന്റ് കാസ്റ്റ്, ഈ 2 കോൺസെപ്റ്റിനെ കൊണ്ടുവന്ന വ്യക്തിയുടെ പേരെന്താ അറിയോ? ഒന്ന് കമന്റ് ചെയ്തേ, ആരാന്നുള്ളത്. ആരാ? MN ശ്രീനിവാസൻ, അല്ലേ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ അദ്ദേഹത്തിന്റെ പേര് ഒരിക്കലും മറക്കരുത് കേട്ടോ. നമുക്ക് 1 വേർഡ് ഒക്കെ ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ളതാണ്. MN ശ്രീനിവാസൻ ഒരു ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് ആണ്, ആന്ത്രോപോളജിസ്റ്റ് ആണ്. Then coined the term Sanskritization and Dominant Caste. അതായത് പ്രശസ്തമായൊരു ബുക്കാണ് കേട്ടോ, ദ റിമെമ്പേർഡ് വില്ലേജ്. ആ ബുക്ക് നോട്ട് ചെയ്ത് വെക്കുക. ദെൻ എന്താണ് സാൻക്രിറ്റൈസേഷൻ എന്ന് പറയുന്നുണ്ട്. എന്താണ്? ഇറ്റ് ഈസ് ദ പ്രോസസ് വെയർ ബൈ ദ ലോവർ കാസ്റ്റ് പീപ്പിൾ ടേക്ക് ഓവർ ദി ബിലീഫ്സ്, റിച്വൽ, സ്റ്റൈൽ ഓഫ് ലൈഫ് ആൻഡ് അതർ കൾച്ചറൽ ട്രൈബ്സ് ഫ്രം ദോസ് ഓഫ് ദി അപ്പർ കാസ്റ്റസ്, എസ്പെഷ്യലി ദ ബ്രാഹ്മിൻസ്. അല്ലേ? നമുക്കറിയുന്ന കാര്യങ്ങളായിരിക്കും. നിങ്ങൾക്ക് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾ അവരുടെ വിശ്വാസങ്ങളും രീതികളൊക്കെ മാറ്റി വെച്ചിട്ട് ഉയർന്ന ജാതിയിൽ, ഫോർ എക്സാമ്പിൾ ബ്രാഹ്മിൻസ്, അവരുടെ ലൈഫ് സ്റ്റൈലുകൾ, അവരുടെ റിച്വൽസ്, റിലീജിയൻ, വിശ്വാസങ്ങൾ, അതുപോലെ ഈ പൂന്നൂലൊക്കെ ധരിക്കുന്നത്, ഫുഡ് ഹാബിറ്റ്സ്. ഇപ്പോൾ ഈ നോൺ വെജൊക്കെ ഉപേക്ഷിച്ചിട്ട് വെജായിട്ടുള്ള പ്യൂർ വെജ് ഫുഡ് കഴിക്കുന്ന ആ ഒരു മാറ്റമാണ് എന്തെന്ന് പറയുന്നത് സാൻക്രിറ്റൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊരു റെസ്പെക്റ്റ് അവർക്ക് ലഭിക്കുമെന്നാണ് കരുതുന്നത്. ദെൻ ഒരു എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. അതൊക്കെ ഓരോന്ന് എന്ത് ചെയ്യുക, നമുക്ക് എക്സാം ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ള ഭാഗങ്ങളാണ്. ദെൻ ഡൊമിനന്റ് കാസ്റ്റ്, പ്രബല ജാതി, അല്ലെ? ആര് കൊണ്ടുവന്നതാണ്? ആരാണ് കൊണ്ടുവന്നത്? MN ശ്രീനിവാസനാണ് കൊണ്ടുവന്ന ഒരു ഭാഗമാണ്. അതുപോലെ എന്താണ് പ്രബല ജാതി എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ഭാഗങ്ങളാണ്. കൂടുതൽ ഭൂമി ഉണ്ടായിരുന്ന ഭൂവുടമകൾ അവരുടെ ഭൂമി കർഷകരെയും അതുപോലെ ഇടനിലക്കാരെയും ഏൽപ്പിച്ചവർ എങ്ങോട്ട് മാറുകയാണ്? നഗരങ്ങളിലോട്ട് താമസിക്കുകയായിരുന്നു. പിന്നീട് നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം ഒരുപാട് ഭൂപരിഷ്കരണങ്ങൾ നടപ്പിലാക്കി. അതിൻ്റെ ഭാഗമായിട്ട് ഭൂമി എന്ത് ചെയ്തു? ഗവൺമെൻറ് പിടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കൂടുതൽ ഭൂമിയുള്ള ആളുകൾ എന്ത് ചെയ്യും? ഈ ഗവൺമെൻറ് പിടിച്ചെടുത്ത ഭൂമി ആർക്കാണ് കൊടുക്കുന്നത്? ഗ്രാമത്തിൽ ജനസംഖ്യ കൂടുതലുള്ള ഉയർന്ന ജാതിയിലെ മെമ്പേഴ്സിനെയാണ് അത് ഏൽപ്പിക്കുന്നത്. അപ്പോൾ ഇത്തരം ആളുകൾ പിന്നീട് മധ്യജാതിക്കാരായ ഭൂവുടമകൾ പെട്ടെന്ന് ആരായിട്ട് മാറുകയാണ്? ഇത്രയും ഭൂമി കയ്യിലൊന്നപ്പോൾ ഒരു സമ്പന്നരായിട്ട് മാറുകയാണ്. അങ്ങനെ ഇത്തരം ഒരു ഭൂമി ലഭിച്ച അല്ലെങ്കിൽ ഭൂവുടമകാശം ലഭിച്ച ജനസംഖ്യയിൽ വലിയ ജനസംഖ്യയുള്ള ജാതിക്കാരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആധിപത്യമുള്ള ജാതി അല്ലെങ്കിൽ പ്രബല ജാതി എന്ന് വിളിക്കുന്നത്. പഠിച്ചു വെച്ചോളൂ, എന്തായാലും ചോദിക്കും. ഇത് ചോദിക്കാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഉണ്ടാവില്ല. ഓക്കെ, മറ്റൊരു അതാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്. ഡൊമിനന്റ് കാസ്റ്റേഴ്സിന്റെ ഫീച്ചേഴ്സ് എന്തായാലും പഠിച്ചോളൂ, നിർബന്ധമാണ്. എന്ത് ലാർജ് നമ്പർ ആണ്, ഹാവ് ലാൻഡ് റൈറ്റ്സ്, ഇക്കോണമിക്കലി പവർഫുൾ ആണ്, പൊളിറ്റിക്കൽ പവർ ആൻഡ് പാർട്ട് ഓഫ് റീജിയണൽ പോളിസീസ് ആൻഡ് അഗ്രേറിയൻ ഇക്കോണമി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് എന്ത്? ഫാമിലി. അറിയില്ലേ ഫാമിലി ടോപ്പിക്ക്, അല്ലേ? ദെൻ ബേസിക് സ്ട്രക്ചർ ഓഫ് ദി ഫാമിലി. എന്താണ് ഫാമിലി? വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുമല്ലേ ഫാമിലി എന്താന്നുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ ബേസിക് സ്ട്രക്ചേഴ്സ്, അല്ലെ? പാട്രിലോക്കൽ ഫാമിലി, മാട്രിലോക്കൽ ഫാമിലി, അല്ലെ? പിതൃസ്ഥാനീയം, മാതൃസ്ഥാനീയം. നമുക്കൊരു വളരെ ഈസി ആയിട്ട് പഠിക്കാം. പാട്രിലോക്കൽ എന്ന് പറയുമ്പോൾ എന്തായാലും പിതാവുമായി ബന്ധപ്പെട്ടതായിരിക്കും. മാട്രിലോക്കൽ എന്ന് പറയുമ്പോൾ എമ്മും പിയും, അല്ലെ? പി ഫാദറുമായി ബന്ധപ്പെട്ടത്, എമ്മ മദറുമായി ബന്ധപ്പെട്ടതാണ്. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാകും ആരും തമ്മിലുള്ള ബന്ധങ്ങളാണ് എന്നുള്ളത്. അതുപോലെ തന്നെ മാട്രിലോക്കൽ ഫാമിലി, അല്ലെ? മാതൃസ്ഥാനീയ കുടുംബം. ദെൻ നിയോലോക്കലൊക്കെ എന്താണ്? വിവാഹം കഴിഞ്ഞിട്ട് ചെക്കനും പെണ്ണും ആടെ വീട്ടിൽ താമസിക്കുന്ന പുതിയ വീട്ടിൽ താമസിക്കുന്നതാണ് എന്ത്? നിയോലോക്കൽ ഫാമിലി എന്ന് പറയുന്നത്. അതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. ദെൻ മറ്റൊന്ന് എന്താണ്? ബേസിക് ഓഫ് അതോറിറ്റി. ഫാമിലി ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു
ടു ടൈപ്സ് അല്ലെ. അതോറിറ്റി, എന്താണ് അതോറിറ്റി? അധികാരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഫാമിലിയെ രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. ഒന്നെന്താണ്? ഒന്ന് പാട്രിയാർക്കൽ ഫാമിലി, പിതൃ മേധാവിത്വ കുടുംബം. മറ്റൊന്നെന്താണ്? മാട്രിയാർക്കൽ ഫാമിലി. ആരായിരിക്കും? യെസ്, മാതൃമേധാവിത്വ കുടുംബം. അപ്പൊ ഈ പാട്രിയാർക്കൽ ഫാമിലിയിൽ ആർക്കായിരിക്കും ഇവിടെ അധികാരം ഉണ്ടാവുക? ഓഫ് കോഴ്സ് ആർക്കാണ് ഇവിടെ പവർ ഉണ്ടാവുക? അവിടെ പുരുഷനാണോ ഉണ്ടാവുക? ദെൻ മാട്രിയാർക്കൽ ഫാമിലി പവറും പുരുഷ ഡോമിനൻസും ആർക്കാ ഉണ്ടാവുക? എൽഡസ്റ്റ് ഫീമെയിൽ മെമ്പറിനായിരിക്കും ഉണ്ടാവുക. ആ ഒരു ഡിഫറൻസ് ഇവിടെ വരുന്നുള്ളൂ. മറ്റൊന്നാണ് എന്ത്? ഇൻഹെറിറ്റൻസ് ഫാമിലി ക്യാൻ ബി ഡിവൈഡഡ് ടു. അവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് പാട്രിലീനിയൽ ഫാമിലി, അതുപോലെ തന്നെ പിതൃസ്ഥായ കുടുംബവും. മാട്രിലീനിയൽ ഫാമിലി മാതൃതായ കുടുംബവും. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് പറയുന്നത്, കൊമോഡിറ്റൈസേഷൻ ആൻഡ് കൺസപ്ഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വസ്തുവൽക്കരണം, ഉപഭോഗം. ഈ ഒരു ക്വസ്റ്റ്യൻസ് ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ പഠിച്ചു വെച്ചോളൂ, എന്തായാലും ചോദിക്കും. ഇത് മസ്റ്റ് ആണ്. അപ്പോൾ ഇതാണ് കൊമോഡൈസേഷൻ ആൻഡ് കോമ്പോസിഷൻ അല്ലെ. വളരെ സിമ്പിൾ ആണ്. ഈ ഒരു പേര് കേൾക്കുമ്പോൾ അയ്യോ എന്തോ ഒരു വലിയ സംഭവമാണെന്നൊന്നും കരുതണ്ട. വസ്തുവൽക്കരണം അല്ലെങ്കിൽ ചരക്കുവൽക്കരണം അല്ലെ. ഇവിടെ നമുക്ക് സിമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ചരക്കുവൽക്കരണം. അപ്പൊ നമ്മൾ മുമ്പത്തെ കാലത്തെ അല്ലെങ്കിൽ മുൻപേ വിപണിയിൽ കച്ചവടം ചെയ്യാത്ത കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. ആ സാധനങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇപ്പോൾ അത് കച്ചവടം ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് അറിയോ? ഇപ്പോൾ വിൽപ്പന ചെയ്യുന്നതൊക്കെ എന്തൊക്കെയാണ് അറിയോ? ഫോർ എക്സാമ്പിൾ നമ്മുടെ മിനറൽ വാട്ടർ. അന്ന് നമുക്ക് വെള്ളമൊക്കെ കുപ്പിയാക്കിയിട്ട് കിട്ടുമായിരുന്നോ? അന്ന് ചിലപ്പോൾ നമ്മൾ ഉണ്ടാവില്ലായിരിക്കും. പക്ഷെ നമ്മൾ നമ്മുടെ മുത്തച്ഛന്മാരോടൊക്കെ ചോദിക്കുമ്പോൾ എന്തില്ല, അന്ന് കുപ്പിയിലായിട്ടൊന്നും വെള്ളം കിട്ടില്ല. അന്ന് നമുക്ക് പൊതുവായിട്ടുള്ള ഒരു കിണറുണ്ടാകും. അതിൽ നിന്ന് നമ്മൾ ഒന്നെങ്കിൽ കപ്പെടുത്ത് ഇങ്ങനെ കോരി കുടിക്കേണ്ടി വരുമായിരുന്നു. പക്ഷെ ഇപ്പം അതാണോ? ഇപ്പം നമുക്ക് മിനറൽ വാട്ടർ വരെ നമുക്ക് കുപ്പിയിൽ ലഭ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് സേവനങ്ങളിൽ നിന്ന് എന്താണ് നമുക്ക് ലഭ്യമാണ്. അതുപോലെ ഇപ്പോൾ അവയവങ്ങളൊക്കെ നമുക്കിന്ന് മാർക്കറ്റിൽ നമുക്ക് വില കൊടുത്ത് വാങ്ങിക്കാൻ പറ്റും. അതുപോലെയാണ് കൺസപ്ഷൻ അല്ലെ, ഉപഭോഗം. ഈ ഒരു കാലത്ത് കൺസപ്ഷന് ഉപഭോഗത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇപ്പൊ നമ്മൾ പരസ്യങ്ങളൊക്കെ കണ്ട് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്നവരായിരിക്കും മിക്ക ആളുകളും. ഇല്ലാത്തവരുണ്ടോ? ഒരു സാധനമെങ്കിലും പരസ്യം നോക്കിയിട്ട് വാങ്ങാത്തവരുണ്ടോ? അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ പരസ്യങ്ങൾ. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് എന്ത്? വിർച്വൽ മാർക്കറ്റ്. എന്താണ് വിർച്വൽ മാർക്കറ്റ്? അറിയാത്തവരുണ്ടോ? വിർച്വൽ മാർക്കറ്റ് എന്താണ്? ഒന്നുമില്ല, ഇറ്റ് ഈസ് എ ഓൺലൈൻ മാർക്കറ്റ്. അപ്പൊ നിങ്ങളൊക്കെ ഇപ്പൊ സാധനങ്ങളൊക്കെ ഓൺലൈനായിട്ട് വാങ്ങുന്നവരില്ലേ? ഒക്കെ നമ്മുടെ വിരൽത്തുമ്പിലുണ്ട് അല്ലേ? ഫോൺ എടുക്കുന്നു, ഇങ്ങനെ ആക്കുന്നു, ഇങ്ങനെ കുത്തുന്നു, സാധനം വീട്ടിൽ നിന്ന് വരുന്നു, അത്രയേ ഉള്ളൂ. എല്ലാ ട്രാൻസാക്ഷനും ഇപ്പൊ മണി ട്രാൻസാക്ഷനും ഒക്കെ നമുക്ക് ഒരു വിരൽത്തുമ്പിൽ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ദെൻ അതാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഓൺലൈൻ മാർക്കറ്റ് ആണ്. വ്യക്തികൾക്ക് ലോകമെമ്പാടുമുള്ള ചരക്കുകളും സേവനങ്ങളും വാങ്ങാനും അതുപോലെ വാങ്ങല് മാത്രമല്ല നമുക്കിവിടെ എന്ത് ചെയ്യാം, വിൽക്കാനും കഴിയുന്നൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ഇത് പറയുന്നത് വിർച്വൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചോളൂ. മറ്റൊരു ടോപ്പിക്കാണ് സോഷ്യൽ ഇനീക്വാലിറ്റി. വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് കേട്ടോ സോഷ്യൽ ഇനീക്വാലിറ്റി എന്നുള്ളത്. സാമൂഹ്യ അസമത്വങ്ങൾ. ഈ ഒരു ടോപ്പിക് ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ഇല്ല മക്കളെ, എന്തായാലും പഠിച്ചു വെച്ചോളി. എന്താണ് സോഷ്യൽ ഇനീക്വാലിറ്റി? ഇറ്റ്സ് അൺഈവൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സോഷ്യൽ റിസോഴ്സസ്. എന്ത് ഉൽപ്പന്നം അല്ലെങ്കിൽ എന്ത് വിഭവങ്ങളും ആയിക്കോട്ടെ, ഈ വിഭവങ്ങൾ അസന്തുലിതമായിട്ട് വിതരണം ചെയ്യുക. എല്ലാവർക്കും ഈക്വൽ ആയിട്ട് കൊടുക്കുന്നില്ല. ഇന്നാൾക്ക് കുറച്ചും കൂടി കൂടുതൽ കൊടുക്കാം, മറ്റാൾക്ക് ഇവനാണെങ്കിൽ ഒന്നും കൂടെ കൂടുതൽ കൊടുക്കാം, ഇവനെ കാണുമ്പോൾ ഇവർ അത്ര കൊടുക്കണ്ട. അങ്ങനെ രീതിയിൽ എന്ത് ചെയ്യുക, അൺഈവനായിട്ട് നമ്മൾ വിഭവങ്ങളെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് ഇനീക്വാലിറ്റി എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് സോഷ്യൽ എക്സ്ക്ലൂഷൻ, സാമൂഹ്യ ബഹിഷ്കരണം. എന്താവും എക്സ്ക്ലൂഷൻ? ബഹിഷ്കരിക്കുക. എന്താവും അത്? വ്യക്തികളെ സമൂഹത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ അവരെ അകറ്റി നിർത്തുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മളെ സോഷ്യൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത്. ഇനി ജാതിയുടെ ബേസിലാകാം,
അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക് ബേസ്ഡിലാകാം, ഏതുമായിക്കോട്ടെ, വംശം എന്തുമായിക്കോട്ടെ, ആളുകളെ അവരുടെ പ്രവർത്തനത്തിൽ നിന്നോ എന്തെങ്കിലും ബേസിൽ നിന്ന് സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സോഷ്യൽ എക്സ്ക്ലൂഷൻ അല്ലെങ്കിൽ സാമൂഹ്യ ബഹിഷ്കരണം എന്ന് പറയുന്നത്. നമുക്ക് 2 മാർക്കിന് 3 മാർക്കിന് നമുക്ക് ഈ ഭാഗം നമുക്ക് ടോപ്പിക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എന്താണ്? റീജിയണലിസം ആൻഡ് കമ്മ്യൂണലിസം ഇൻ ദ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്. ഈ ഒരു ടോപ്പിക് ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല മക്കളെ, പഠിച്ചു വെച്ചോ, എന്തായാലും മാർക്ക് ഷുവർ ആണ്. എന്താണ് പറയുന്നത്? ഇന്ത്യൻ പശ്ചാത്തലത്തിൽ പ്രാദേശികവാദവും വർഗീയവാദവും എന്ത് ചെയ്യുക? താരതമ്യം ചെയ്യാൻ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരും. അല്ലെ, വാട്ട് ഈസ് കമ്മ്യൂണലിസം ക്വസ്റ്റ്യൻ വരാം, റീജിയണലിസം എന്താ ക്വസ്റ്റ്യൻ വരാം. അപ്പൊ എന്ത് ചെയ്യുക? പഠിച്ചു വെച്ചോളൂ, നമുക്ക് എങ്ങനെയും ക്വസ്റ്റ്യൻ വരാം. ഈ കമ്മ്യൂണലിസം അല്ലെങ്കിൽ റീജിയണലിസം പറയുന്നത് എന്താണ്? റീജിയണലിസം മീൻസ് പീപ്പിൾ സപ്പോർട്ടിങ് ദ ഇൻട്രസ്റ്റ് in their own region or state more than the whole country. പ്രാദേശികവാദം എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടുത്തെ മുഴുവൻ ആളുകളോ അല്ലെങ്കിൽ രാജ്യത്തെക്കാളും സ്വന്തം പ്രദേശത്തിൻ്റെയോ അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെയോ താല്പര്യങ്ങളെ പിന്തുണക്കുന്ന ആളുകളെയാണ് റീജിയണലിസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ കമ്മ്യൂണലിസം എന്തായിരിക്കും? കമ്മ്യൂണലിസം മീൻസ് പീപ്പിൾ സപ്പോർട്ടിങ് their own religion or community more than other, often causing division. എന്താണ് വർഗീയത എന്നാൽ? മറ്റുള്ളവരെക്കാളും അല്ലെങ്കിൽ ദേശത്തിനോ അല്ലെങ്കിൽ ജനങ്ങളെ ഒന്നുമല്ലാതെ സ്വന്തം മതത്തെയോ റിലീജനെയോ അല്ലെങ്കിൽ സമൂഹത്തെയോ പിന്തുണയ്ക്കുന്ന ആളുകളെയാണ് എന്ത്? കമ്മ്യൂണലിസ്റ്റുകൾ അല്ലെങ്കിൽ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ചിലപ്പോൾ എന്താ ഇവിടെ നമുക്ക് ഭിന്നതകൾ ഈ കമ്മ്യൂണലിസം കാരണമാകാറുണ്ട്. ദെൻ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു ടോപ്പിക്ക്, എന്തായാലും പഠിച്ചു വെച്ചോളൂ. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് സിവിൽ സൊസൈറ്റി. ഈ ടോപ്പിക്കിൽ നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസ് വരും, ഷുവർ ആണ്. നോട്ട് ചെയ്ത് വെച്ചോളൂ, പഠിച്ചോളൂ, പഠിക്കാതിരിക്കേണ്ട, ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ. പൗരസമൂഹത്തിൻ്റെ സവിശേഷതകൾ, ഫീച്ചേഴ്സ്, ഡിഫൈൻ സിവിൽ സൊസൈറ്റി. നമുക്ക് ഈ ഭാഗത്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ഒക്കെ നോട്ട്സും സംഭവങ്ങളും ഒക്കെ ഉണ്ട്. മിസ് ചെയ്തൊക്കെ നിങ്ങൾക്ക് എങ്ങനെ കിട്ടും? ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, വിത്ത് ആൻസേഴ്സും ഉണ്ടല്ലോ. എങ്ങനെ കിട്ടുന്ന ഡൗട്ടുള്ളവരാണോ നിങ്ങൾ? നമ്മുടെ ഈ ഓണം എക്സാമിൻ്റെ സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന കാണും. അപ്പോൾ എന്ത് ചെയ്യുക? പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ. നമ്മുടെ ഈ നോട്ട്സും ഉൾപ്പെടെ തന്നെ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻസ്, ചാപ്റ്റർ സമ്മറി, നമ്മുടെ സോഷ്യോളജിയിലുള്ള ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും സമ്മറി ഷോർട്ടായിട്ട് കിട്ടുമ്പോൾ അടിപൊളിയല്ലേ? നഷ്ടാവത് മാത്രമല്ല എന്തും കൂടെ ഉണ്ട്, മൈക്രോ ബിറ്റും കൂടെ നിങ്ങൾക്ക് ലഭ്യമാകും. ബിറ്റ് വെക്കാനല്ല, ഇതെന്താണ്? ഏത് ടോപ്പിക്കുമായിക്കോട്ടെ സിമ്പിളായിട്ട്, എത്രത്തോളം സിമ്പിളായിട്ട് നിങ്ങൾക്ക് തരാൻ പറ്റുന്നോ അത്രത്തോളം സിമ്പിളായിട്ട് നമുക്ക് മൈക്രോ ബിറ്റിലൂടെ നമുക്ക് ടോപ്പിക്സ് അവൈലബിൾ ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? ഇതൊക്കെ വേണ്ടേ? നഷ്ടപ്പെടുത്തണോ? ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. പെട്ടെന്ന് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോളൂ, എല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കും. ദെൻ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തുള്ളത് ഈ ഒരു ഭാഗത്ത് നമുക്ക് നോക്കാനുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കാം മക്കളെ. ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്, എന്തായാലും പഠനം ഒരിക്കലും ഇത് വേസ്റ്റ് ആവില്ല. ഷുവർ ആണ്, മസ്റ്റ് ആണ്. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.